ആരുമില്ലാത്തൊരു ദ്വീപിൽ വന്നെത്തുന്നു. അയാൾ കടൽ തീരത്ത് ഹെൽപ്പ് എന്ന വലിയ അക്ഷരത്തിൽ ആരെങ്കിലും കണ്ട് സഹായിക്കുന്നതിനായി എഴുതി വെക്കുന്നു. എന്നിട്ട് തീരെ തടിഞ്ഞ പെട്ടികൾ തുറന്നു നോക്കുന്നു. അയാൾക്ക് അതിൽ നിന്ന് ഒരു ബോളും സ്കേറ്റിംഗ് ഷൂവും കുറച്ച് തുണികളും മാത്രമാണ് കിട്ടിയത്. ദേഷ്യം വന്ന അയാൾ ആ ബോൾ ദൂരേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് പോയി അത് എടുക്കുമ്പോൾ അയാളുടെ കൈമുറിഞ്ഞ ചോര കൈയുടെ ഷേപ്പിൽ ബോളിൽ പതിഞ്ഞിരിക്കുന്നു. അത് കാണാൻ ഒരു മനുഷ്യന്റെ മുഖം പോലെയുണ്ട്. അയാൾ അതിനെ ഒരു ഫ്രണ്ടായി കാണുന്നു. സ്വന്തമായി തീയുണ്ടാക്കിയപ്പോൾ അയാൾ വളരെയധികം സന്തോഷിക്കുന്നു. ഒരു ദിവസം അയാൾക്ക് ഭയങ്കരമായി പല്ല് വേദനിക്കുന്നു. നോക്കുമ്പോൾ പല്ലിൽ പോടുണ്ട്. ഉടനെ ആ സ്കേറ്റിംഗ് ഷൂ വെച്ച് ഒരു കല്ല് ഉപയോഗിച്ച് ആ പല്ലിനെ അടിച്ചിളക്കുന്നു. അപ്പോൾ അയാളുടെ ബോധം പോകുന്നു. രാത്രി അയാൾ വളരെയധികം സന്തോഷത്തിൽ ഞണ്ടിനെയൊക്കെ കുക്ക് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്നു. 4 വർഷം കഴിഞ്ഞിട്ടും അയാളെ ആരും തന്നെ രക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാൾ സ്വന്തമായി ഒരു റാഫ്റ്റ് ഉണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വലിയൊരു തിര അയാളുടെ നേരെ വരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അയാൾക്കൊന്നും സംഭവിച്ചില്ല. അയാൾ മയക്കത്തിലായിരിക്കുമ്പോൾ ഒരു വലിയ കപ്പൽ അയാളെ ക്രോസ് ചെയ്യുന്നു. ഒന്ന് ഉച്ചത്തിൽ വിളിച്ച് സഹായം ചോദിക്കാൻ പോലുമുള്ള ശക്തി അയാൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഷിപ്പിലുണ്ടായിരുന്നവർ അയാളെ കണ്ട് രക്ഷിക്കുന്നു. ഇവിടെ ഒരാൾ ഫ്ലൈറ്റ് തകർന്ന് ആരുമില്ലാത്തൊരു ദ്വീപിൽ വന്നെത്തുന്നു. അയാൾ കടൽ തീരത്ത് ഹെൽപ്പ് എന്ന